കേരളത്തിൽ പുതുതായി അതിവേഗ റെയിൽപാത ഉണ്ടാക്കുവാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം പൂജാപ്പുര മുതൽ കണ്ണൂർ മുണ്ടയാട് വരെയുള്ള ദീർഘത്തിലാണ് ആദ്യമായി റെയിൽപാത ഉണ്ടാക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഈ പദ്ധതിക്ക് മൊത്തം 60,000 കോടി രൂപയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആകെ 23 റെയിൽവേ സ്റ്റേഷനുകളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. അതിൽ സ്റ്റേഷനുകൾ തമ്മിൽ 21.5 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഉണ്ടാവുക. മീറ്റർ ഗേജിലോ ബ്രോഡ് ഗേജിലോ അല്ല ഈ പാത നിർമ്മിക്കുന്നത്, സ്റ്റാൻഡേർഡ് ഗേജിലാണ് ഉണ്ടാക്കുന്നത്. ഈ പദ്ധതി പൂർത്തിയായാൽ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തെത്താൻ ഏകദേശം 3.5 മണിക്കൂർ മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. തീരുമാനങ്ങളെല്ലാം ഇങ്ങനെയാണെങ്കിലും പൊതുവെ കാസർഗോഡ് ജില്ലക്കാർക്ക് ഉള്ള നിരാശ എന്തെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഈ ഭാഗത്തേക്ക് ഈ പാത നീട്ടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ കണ്ണൂർ വരെയാണ് ആദ്യഘട്ടത്തിൽ ഈ പാത നിർമ്മിക്കുന്നത്. പിന്നെ രണ്ടാം ഘട്ടത്തിൽ പാത കാസർഗോഡ് വരെ നീട്ടുമെന്നാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. കൂടാതെ മറ്റു പല ഭാഗങ്ങളിലേക്കും രണ്ടാം ഘട്ടത്തോടുകൂടി ഈ പാത വികസിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉള്ളത്. ഇക്കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ പൊതുവേ എനിക്ക് പറയാനുള്ളത്.